ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ ടൂറായിട്ടാണ്. ഒരു വർഷത്തിൽ ഏകദേശം 6 മാസക്കാലം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ബൊഗൈൻവില്ല, അഥവാ നമ്മളെ സ്വന്തം കടലാസ് പൂക്കൾ. ഇപ്പോൾ ബൊഗൈൻവില്ലയുടെ സീസണാണല്ലേ. ഇന്നിപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ചെടിയായും മരമായും ബൊഗൈൻവില്ല പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. എന്തൊരു ഭംഗിയാണല്ലേ. പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവരുടെ കളക്ഷനിലും ഒരു ബോഗൺവില്ല പ്ലാന്റെങ്കിലും ഉണ്ടാകും, അത് തീർച്ചയാണ്. ഇത് നമ്മുടെ സ്വന്തം ഡേയ്സ് ചേച്ചിയുടെ ഗാർഡനിലെ ബോഗൺവില്ലയാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. എന്നാലോ മെയിൻ സെക്ഷൻ ബോഗൺവില്ല തന്നെയാണ് കേട്ടോ. ചെടികളോടൊരു പ്രത്യേകമായ ഭയങ്കര ക്രേസ് തന്നെയാണ് കേട്ടോ. ഒരു കുഞ്ഞുങ്ങളെപ്പോലെയാണ് അവയെ നോക്കി പരിപാലിച്ച് കൊണ്ട് നടക്കുന്നതും. ചെടികളെല്ലാം തന്നെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഔട്ട്ഡോർ മാത്രമല്ല, ഇൻഡോർ പ്ലാന്റ്സും അവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും നമ്മുടെ താരം ബൊഗൈൻവില്ലയാണ്. നമുക്ക് കാണാം. മതിലിന് മുകളിലായാണ് ബൊഗൈൻവില്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം 20+ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 20 ഇയേഴ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. നാടനും ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട്. സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചട്ടികളെല്ലാം തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ പൂക്കൾ വിരിയുമ്പോഴും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വിരിയുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ബ്യൂട്ടിഫുള്ളായി അറേഞ്ച് ചെയ്ത് വെക്കുന്നതിലാണ് ഇതിൻ്റെ ഭംഗി കൂടുന്നതും. പല കളേഴ്സ് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ അട്രാക്റ്റീവ്. ഓരോ കളറിൻ്റെ അടുത്ത് ഏത് കളർ വെക്കുമ്പോഴാണ് കൂടുതൽ അട്രാക്റ്റീവ് എന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലവറിംഗ് ടൈം നവംബർ ടു ഏപ്രിൽ ആണ്. പിന്നെ ഓരോ പൂവിൻ്റെയും കാലാവധി 10 to 20 ഡേയ്സ് മാത്രമാണ്. എന്നാലും ഓരോരോ സെക്ഷനായിട്ട് എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. അധികം വിലയൊന്നും കൂടാതെ തന്നെ നമുക്ക് നഴ്സറികളിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഡിഫറെൻറ്റ് കളേഴ്സിലും ഷെയ്ഡ്സിലുമുള്ള പൂക്കളുള്ള പ്ലാന്റ്സും ലഭിക്കുന്നതാണ്. 3 ഇതളുകളുള്ളതും കൂട്ടം കൂട്ടമായി നിൽക്കുന്നതുമായ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ബൊഗൈൻവില്ല കളക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങണം. അതായത് ഈ പൂക്കളുള്ള സമയത്ത് തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ പിന്നെ, അതായത് പൂക്കളില്ലെങ്കിൽ പിന്നെ ഏത് പൂവിൻ്റെ ചെടിയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല. സാധാരണ നമ്മൾ പറയുക വെള്ള ബൊഗൈൻവില്ല, മഞ്ഞ ബൊഗൈൻവില്ല അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ ഇവയ്ക്കെല്ലാം തന്നെ ഒരു പ്രത്യേക പേരുകളുണ്ട്. വയലറ്റ് വാൻഡ, യെല്ലോ ജൂലി, ബ്ലൂബെറി, പർപ്പിൾ ക്യൂൻ, കയാത്ത് പീച്ച്, മിസ് വേൾഡ്, ചില്ലി റെഡ്, റൂബി റെഡ്, ചില്ലി ഐസ്ക്രീം, ഗോൾഡൻ പർപ്പിൾ, അങ്ങനെ പോകുന്നു. സൂര്യനെ ഒരുപാട് സ്നേഹിക്കുന്ന പ്ലാന്റാണ് ബൊഗൈൻവില്ല. ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് തന്നെയാണ് ഇതിനേറെ ഇഷ്ടവും. ചൂട് കൂടുന്തോറും പൂക്കൾ കൂടും. മിനിമം 5 മണിക്കൂറെങ്കിലും സൺലൈറ്റ് ഇതിന് കിട്ടിയിരിക്കണം. ഈസിയാണ് വളർത്തിയെടുക്കാൻ. കീടബാധ ഒന്നും തന്നെ അങ്ങനെ കാണാറുമില്ല. വെയിൽ കൂടുന്തോറും പൂക്കളും കൂടും. വെയിൽ കൂടുതലും വെള്ളം കുറവും, അതാണ് വേണ്ടത്. വെയിലില്ലാത്ത ഭാഗത്ത് നമ്മൾ വെച്ചാൽ പൂക്കൾ അധികം ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് വളം വേണമെങ്കിലും ഈ ചെടികൾക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. എല്ലുപൊടി ഇടാം, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, കപ്പലിൻ്റെ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. ചകിരിച്ചോറ് ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് നനവ് നിൽക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് NPK 18-18-18, അതായത് ഇംഗ്ലീഷ് വളം തന്നെയാണ് ഏറ്റവും ഉത്തമം. 2 ആഴ്ച കൂടുമ്പോൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പൂക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ്. പൂവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ശേഷം പൂവ് കൊഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം മുറിച്ച് വളച്ച് വെക്കണം. അങ്ങനെ വളച്ച് വെച്ച ഭാഗത്ത് കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഉണ്ടാകുന്ന പൂക്കൾക്ക് നല്ല കളറ് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ചെടിയെ നല്ല ബുഷിയായിട്ട് നിർത്താനും നമുക്ക് സാധിക്കും.
ഈ ചെടിയുടെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അധികം മൂക്കാത്ത ഒരു ചെറിയൊരു കമ്പ് മതി. അതിൻ്റെ ഇലകളൊക്കെ കളഞ്ഞതിന് ശേഷം 1 ഇഞ്ച് ഭാഗം നമുക്ക് വെള്ളത്തിൽ മുക്കിയെടുക്കാം. മുക്കിയിട്ട് ആ വെള്ളം തുടച്ച് കളഞ്ഞിട്ട് റൂട്ടെക്സ് എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറിൽ മുക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചട്ടിയിൽ, അതായത് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണിലേക്ക് കുത്തി വയ്ക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നനയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരാഴ്ച തണലത്ത് വെക്കണം. അപ്പോൾ അത് മുള പൊട്ടി തുടങ്ങും. അങ്ങനെ 3-4 ലീഫ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ വെയിലത്തോട്ട് വെക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് പുതിയ തൈകൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് നീണ്ട് വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് ഒരുക്കി നിർത്തണം. അങ്ങനെ ചെയ്താൽ പുതിയ വളർച്ച ഉണ്ടാകും, പുതിയ കിളിർപ്പുകൾ ഉണ്ടാകും, നല്ല ഷേപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ബുഷി ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടുകയും ചെയ്യും. എത്രത്തോളം നമ്മൾ കമ്പുകളെ വെട്ടി കൊടുക്കുന്നുവോ അത്രത്തോളം തന്നെ പുതിയ ശിഖരങ്ങൾ ഉണ്ടായി ചെടി ബുഷിയായിട്ട് നിൽക്കും. അങ്ങനെ ബുഷിയായിട്ട് നിൽക്കും തോറും ചെടി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. രണ്ട് രീതിയിൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന് ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും. സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് വെച്ചാൽ ട്രിമ്മിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹാർഡ് പ്രൂണിംഗ് എന്ന് വെച്ചാൽ പ്രൂണിങ്. അതുപോലെ തന്നെ ഹാർഡ് പ്രൂണിംഗ് എന്ന് വെച്ചാൽ ചെടിയുടെ കമ്പിനെ നന്നായിട്ട് താഴ്ത്തി വെട്ടിക്കൊടുക്കും. പിന്നെ ട്രിമ്മിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടെ ചെയ്ത് കൊടുക്കുന്ന ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ട്രിമ്മിംഗ് എന്ന് പറയുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടത്. ഒന്ന് മഴക്കാല സമയത്ത്, 2 തണുപ്പ് കഴിഞ്ഞ് വസന്തകാലം തുടങ്ങുന്ന ജനുവരി സമയത്തൊക്കെയാണ്. അതായത് ജനുവരി പകുതിക്ക് ശേഷം ഒക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ ട്രിമ്മിങ് ചെയ്യേണ്ടത് ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ട്രിമ്മിങ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മഴ ടൈമിൽ നമ്മൾ ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം ശിഖരങ്ങളെല്ലാം നന്നായി വന്നു കഴിയുമ്പോൾ ഏകദേശം ഒക്ടോബർ നവംബറോട് കൂടി സോഫ്റ്റ് പ്രൂണിങ് ചെയ്യണം. പിന്നീട് ഡിസംബർ ആകുമ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 2 കിലോ 18 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 50 രൂപയുടെ ഒരു ചെറിയൊരു പാക്കറ്റ് ബൂസ്റ്ററും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അത് എല്ലാ ആഴ്ചയിലും നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു തിങ്കളാഴ്ചയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച പിന്നെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് വേണം കുറേശ്ശെ, നമ്മൾ കടയമ തൊടാതെ വേണം, നല്ലോണം നീക്കി വേണം ഈ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാനായിട്ട്. ഈവനിങ് ടൈമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് മാത്രം നനച്ചു കൊടുക്കുക. പിറ്റേ ദിവസമാണ് നമ്മൾ ശരിക്കും നനച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകുക. അപ്പോൾ ഫ്ലവറിങ് ടൈമിൽ നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുകയും നമ്മളെ ഗാർഡനെ അടിപൊളിയാക്കാനും സാധിക്കും. ഈ കാണുന്നത് വെരിഗേറ്റഡ് ലീഫുള്ള ബൊഗൻവില്ലയാണ്. ഇതിൻ്റെ ഇല പച്ചയും വെള്ളയും ചേർന്നതാണ് കേട്ടോ. ഇത് പൂക്കളില്ലെങ്കിലും ഈ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ചെടികളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. വേനൽ വെയിലൊന്നും ഇതിൻ്റെ അടുത്തു കൂടെ പോയിട്ടില്ല എന്ന് തോന്നും. അത്രയ്ക്കും കെയറിങ് ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമയാസമയങ്ങളിൽ നമ്മൾ നല്ല പരിചരണം കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ ഈ ബൊഗൻവില്ലയിൽ നിന്ന് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ വലിയ ചട്ടി നമ്മൾ പ്രിഫർ ചെയ്യുക. വെയിൽ കൂടുതലുള്ള സ്പോട്ടിൽ വെക്കുക, പ്രൂണിങ് ചെയ്യുക, കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ നിർത്തുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ ചെടി കൂടുതൽ ഉഷാറായി വളരും. പിന്നെ നമുക്ക് കൊല്ലത്തിലൊരിക്കൽ മണ്ണ് റീപ്ലേസ് ചെയ്യുക. അതായത് മൊത്തം മണ്ണ് എടുത്ത് മാറ്റിയിട്ട് വേര് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഫ്രഷ് മണ്ണ് നിറച്ചിട്ട് അതോടൊപ്പം തന്നെ കുറച്ച് വളവും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെടിയെ നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വളർച്ചയും കിട്ടും, കൂടുതൽ പൂക്കളും കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.